+2 കെമിസ്ട്രിയിലെ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സ്ക്രീനിൽ കാണുന്നത്. വാട്ട് ഈസ് ലൂക്കാസ് റിയേജന്റ്? എക്സ്പ്ലെയിൻ ഹൗ ദിസ് റിയേജന്റ് ഹെൽപ്പ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോൾ. അതായത് നിങ്ങൾക്കറിയാം, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളുകളെ വേർതിരിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ലൂക്കാസ് റിയേജന്റ് ഉപയോഗിക്കുന്നത്. ലൂക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കോൺസെൻട്രേറ്റഡ് HCl-ഉം അതുപോലെ അൻഹൈഡ്രസ് ZnCl2-ൻ്റെയും മിക്സ്ചറിനെയാണ് ലൂക്കാസ് റിയേജന്റ് എന്ന് പറയുക. ഈ ലൂക്കാസ് റിയേജന്റ് ടെർഷറി ആൽക്കഹോളുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ടർബിഡിറ്റി തരും. ടർബിഡിറ്റി തരാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റിയാക്ഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ടെർഷറി ആൽക്കഹോളും ലൂക്കാസ് റിയേജന്റും കൂടി പ്രവർത്തിച്ചാൽ ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി ആയിരിക്കും ലഭിക്കുക. ഇനി സെക്കൻഡറി ആൽക്കഹോളും ലൂക്കാസ് റിയേജന്റും തമ്മിൽ പ്രവർത്തിച്ചാൽ അവിടെ ആ ഒരു ടർബിഡിറ്റി 5 മിനിറ്റിലേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ്റെ ആ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് 5 മിനിറ്റിനകത്തായിരിക്കും. ഇനി പ്രൈമറി ആൽക്കഹോളും ലൂക്കാസ് റിയേജന്റും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എന്തില്ല? ടർബിഡിറ്റി തരില്ല, അല്ലെങ്കിൽ അവിടെ ഒരു റിയാക്ഷൻ നടക്കില്ല. ഇനി റിയാക്ഷൻ നടക്കണമെങ്കിൽ നമുക്കറിയാം, ഇവിടെ ഹീറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? യെസ്, ഈ ഒരു റിയാക്ഷൻ ടർബിഡിറ്റി കാണിക്കുകയുള്ളൂ. പ്രൈമറി ആൽക്കഹോളിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 3 ആൽക്കഹോളിൻ്റെയും വേർതിരിച്ചെടുക്കുന്ന മനസ്സിലാക്കുന്ന ആ ഒരു റിയാക്ഷൻ പഠിക്കണം. എന്താണ് ലൂക്കാസ് റിയേജന്റ് എന്നും കൃത്യമായിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് വേണം പോകാൻ.